ബിജെപിയുടെ ആരോപണം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നതാണ്. അതേസമയത്ത് തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നത് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള ഒരു ധാരണയാണ് ഇക്കാര്യത്തിൽ ഉള്ളതെന്നാണ്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, പ്രതിപക്ഷത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ശക്തമായ ആരോപണം ഉന്നയിക്കുന്നില്ല എന്ന്. പക്ഷേ ഇന്ന് എക്സാലോജിക്കിൽ പറയാവുന്ന കാര്യങ്ങളെല്ലാം വി ഡി സതീശൻ പറയുകയാണല്ലോ വാർത്താ സമ്മേളനത്തിൽ. ശരിയാണ് മഞ്ജുഷ. കാരണം വലിയ രീതിയിൽ തന്നെയാണ് എക്സാലോജിക്കിനെതിരെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ അത് പ്രസക്തവുമാണ്. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നിയമസഭയിൽ താൻ ഇത് സംബന്ധിച്ച് ചോദിച്ചു, ഏതെങ്കിലും രീതിയിൽ എക്സാലോജിക്കിനെതിരെയുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലും അതിന് ഒരു മറുപടി പോലും മുഖ്യമന്ത്രി നൽകിയില്ല. പക്ഷേ 2021 മുതൽ ഇത് സംബന്ധിയായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലും മറച്ചുവെച്ചു. താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനിയെങ്കിലും ഉത്തരം തരിക. എക്സാലോജിക്കിൻ ആർക്കെല്ലാം ഇതിൽ മാസപ്പടി വാങ്ങുന്നു, ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ, ആരെല്ലാമാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ, തുടങ്ങിയ അനവധിയായ ചോദ്യങ്ങൾ, 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊപ്പം തന്നെ മറ്റ് ഉപചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നു. എക്സാലോജിക്കിനെതിരെയുള്ള വലിയ രീതിയിൽ തന്നെ ഒരു കടന്നാക്രമണമാണ് ഇന്ന് വി ഡി സതീശൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. തൻ്റെ ചോദ്യങ്ങൾക്ക് ഇനിയെങ്കിലും മറുപടി പറയാനടക്കം തയ്യാറാകണമെന്ന രീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് കർണാടക ഹൈക്കോടതിയിൽ നിന്നേറ്റ ഒരു വിമർശനം, കർണാടക ഹൈക്കോടതിയുടെ വിധി SFI അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് പറയുന്നു, നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം തന്നെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. ഇതിൽ വലിയ രീതിയിലുള്ള വഴിവിട്ട രീതിയിലുള്ള ഇടപാടുകൾ അടക്കം ഇക്കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന് നേരത്തെയും തന്നെ തങ്ങൾ അതേസമയത്ത് തന്നെ ഈ കേസിലെ ഈ SFIO അന്വേഷിക്കുന്ന ഈ കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടല്ലോ കൊച്ചിയിൽ. അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം തുടങ്ങിയിട്ടുമുണ്ട്. ഷോൺ എന്താണ് പറഞ്ഞത്? SFIOയുടെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് ഷോൺ പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും രേഖകൾ ഷോൺ കൈമാറിയിട്ടുണ്ടോ SFIOയ്ക്ക്? ഷോൺ SFIOയ്ക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയത്. ചില രേഖകൾ താൻ കൈമാറിയിട്ടുണ്ട്, അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്, അവരത് അന്വേഷിക്കുകയാണ് എന്ന് ഷോൺ പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയും ഈ എക്സാലോജിക്ക വലിയ രീതിയിൽ തന്നെ ഇതിൽ നിന്ന് ആദായം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ഡീലിൻ്റെ ഒരു ഇടനിലക്കാരെന്ന രീതിയിൽ വർത്തിച്ചത് KSIDC ആണ്. KSIDC ഈ കരാറുകളുടെ എല്ലാം തന്നെ ഇടനിലക്കാരായി വർത്തിച്ചിട്ടുണ്ട്. അതിന് ഗുണഭോക്താക്കളായി മാറിയത് എക്സാലോജിക്കും അതോടൊപ്പം തന്നെ CMRL കമ്പനിയുമാണ്. കരിമണൽ അതിൻ്റെ ഒരു ഖനനത്തിനടക്കം വളരെ തുച്ഛമായ രീതിയിൽ തന്നെ KMMLന് കരാർ നൽകുകയും അത് യഥാർത്ഥത്തിൽ അത് CMRLന് വേണ്ടി ആണെന്ന് ഷോൺ ജോർജ് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു അഴിമതി ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി വിധി അടക്കം SFIOയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരും, വൈകാതെ തന്നെ പുറത്തു വരും. തനിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതിയെ താൻ നിയമപരമായിട്ട് തന്നെ നേരിടും. ഒരിക്കലും ഇതിൽ ജയിലിൽ പോയി കിടക്കാൻ തനിക്കാകില്ല. കൃത്യമായ രീതിയിൽ തന്നെ അതിന് നിയമപരമായ രീതിയിൽ തന്നെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ശരി ഡാനി, എന്തായാലും ഈ വിഷയത്തിൽ SFIOയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് ഷോൺ ജോർജ് കൂടുതൽ രേഖകൾ SFIOയ്ക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഈ വിവരം അറിയിച്ചത്.